ഇവരവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു പാഠം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പെട്ടിക്കകം കൊണ്ട് തീരുകയല്ല, വീണ്ടും ഒരു യാത്രയുണ്ട്. ആ യാത്ര ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗസിയോനിലോട്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് വേദപുസ്തകത്തിൽ നല്ല പദങ്ങളാണ് കൊടുത്തിരിക്കുന്നതിൽ ഒരു പദം ഇങ്ങനെ, ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആട്ടെ, അങ്ങനെ ഈ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ കൂടാതെ നമുക്കറിയാം പുതിയ നിയമത്തിലെ 27 പുസ്തകം. ആ പുസ്തകത്തിൽ പ്രാരംഭത്തിൽ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് 4 പുസ്തകത്തിൽ. പിന്നീടുള്ള 5-ാമത്തെ പുസ്തകം ആദിമ സഭയുടെ ചരിത്രം. പിന്നീടുള്ള 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ മുഴുവനും ഉപദേശ വിഷയങ്ങൾ.